എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. പൊതുവേ നമ്മളൊരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. ഇവിടെ കോൺസെപ്ഷ്വൽ ആയിട്ടുള്ള ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫോക്കസ് ഒരു ചോദ്യത്തിൽ മാത്രമായിരിക്കും, ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് മാത്രമായിരിക്കും ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലുള്ളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെക്കുറിച്ച് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ്. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരി ഉത്തരം കണ്ടെത്തുക. ഇത് കൈനറ്റിക് എനർജിയായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ആദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 2, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ, അത് ഡബിൾ ആവുകയാണെങ്കിൽ, ഏത് വെലോസിറ്റി, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം 2 ഇരട്ടിയാകും എന്ന് പറയുന്നത്. 2 ഇരട്ടിയാകും. ശരിയാണോ? പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ ഗതികോർജ്ജം 2 ഇരട്ടിയാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇക്വേഷൻ അറിയണം അല്ലേ? 3, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഭാരം കൂടുതലാണെങ്കിൽ ഗതികോർജ്ജം കൂടുന്നു. ഭാരവും അതുപോലെ തന്നെ ഗതികോർജ്ജം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉത്തരം നോക്കാൻ പോവാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഗതികോർജ്ജം ചലനം കൊണ്ട് ലഭ്യമാകുന്ന, ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. 2, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം ഈക്വൽ ടു ½ mv² അല്ലേ? എം ഭാരം അല്ലെങ്കിൽ പിണ്ഡമാണ്, വി വെലോസിറ്റി പ്രവേഗം ആണ്. അപ്പോൾ ഇവിടെ ഒരു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണല്ലേ ഏതിൻ്റെങ്കിലും. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, മാസ് നമ്മൾ 1 കിലോ എടുത്തു. വെറും എക്സാമ്പിളാണ്. വേഗം 10 മീറ്റർ/സെക്കൻഡ് എടുത്തു, അല്ലെങ്കിൽ km/h എടുത്തു. എന്തോ ആയിക്കോട്ടെ, യൂണിറ്റ്സ് മാത്രം എടുത്താൽ മതി. നമ്മൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിക്കാനാണ്. മാസ് 1 യൂണിറ്റ്, വെലോസിറ്റി 10 യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഗതികോർജ്ജം എത്രയാണ്? ½ mv² ആണ് അല്ലേ? അപ്പോൾ എത്രയായി? ½ ഇൻറ്റു എം 1 യൂണിറ്റാണേ, 1 യൂണിറ്റാണ്. 1 യൂണിറ്റ്, മറ്റേത് 10 യൂണിറ്റ്. അതിൻ്റെ സ്ക്വയർ ആണല്ലോ, ½ mv² ആണല്ലോ. ഈ കണ്ടീഷനിൽ എത്ര കിട്ടി? 100. 10² 100 / 250 ആണ്. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് എടുത്തിരിക്കുക? മാസ് 1 യൂണിറ്റും വി 10 യൂണിറ്റുമാണ്. ഇവിടെ ഈ സ്പെഷ്യൽ കേസ്, ചോദ്യം ചോദിച്ച സ്പെഷ്യൽ കേസിൽ മാസ് 1 യൂണിറ്റ് തന്നെ, വെലോസിറ്റി ഇരട്ടിയാകുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 യൂണിറ്റുള്ള എത്രയായി? 20 യൂണിറ്റ് ആക്കി. അങ്ങനെയാണെങ്കിൽ ½ mv² എന്ന് പറയുന്നത് എത്രയാണ്? ½ ഇൻറ്റു മാസ് 1 യൂണിറ്റായി, v² എത്രയാണ്? ഇവിടെ 20 യൂണിറ്റാണ്, അവിടെ 10 ആയിരുന്നു അല്ലേ? v² 400 ആയില്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം 200 കിട്ടി. 200 കിട്ടി. അപ്പോൾ നോർമലി ½ mv² എന്ന് പറയുകയും, ഇതിപ്പോൾ 50 എന്നുള്ളത് 50 ഇൻറ്റു എത്രയായി? 4 ഇരട്ടിയായി അല്ലേ? 4 ഇരട്ടിയായി. മാസം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് 1 യൂണിറ്റ് ആക്കി വെച്ചു. വി എന്ന് പറയുന്ന ഒരു 10 യൂണിറ്റ് എക്സാമ്പിൾ എടുത്തപ്പോൾ 50 കിട്ടി ഗതികോർജ്ജം. വി ഇരട്ടിപ്പിച്ച്, അത് എന്താ പറയുക, 10 യൂണിറ്റ് എന്നുള്ളത് 20 യൂണിറ്റ് ആക്കി ഇരട്ടിപ്പിച്ചപ്പോൾ നമുക്ക് 200 ഗതികോർജ്ജം കിട്ടി. അതിനർത്ഥം എന്താ? ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് 4 ഇരട്ടിയായി. അപ്പോൾ 2 ഇരട്ടിയാവുമെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിക്കുകയാണെങ്കിൽ, ഡബിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം 2 ഇരട്ടിയാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ കേസിൽ 50 കിട്ടി, രണ്ടാമത്തെ കേസിൽ 200 കിട്ടി. അപ്പോൾ അത് എത്രയാണ്? 50 ഇൻറ്റു 4, 4 ഇരട്ടിയാവുകയാണ് ചെയ്തത്. 2 ഇരട്ടിയല്ല, 4 ഇരട്ടിയാവുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജ്ജം 4 ഇരട്ടിയാകും എന്നതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 3, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഭാരം കൂടുകയാണെങ്കിൽ ഗതികോർജ്ജം കൂടുന്നു. അപ്പോൾ ആ മറ്റേ ഇക്വേഷൻ ആലോചിച്ചാൽ മതി. പ്രൊപ്പോർഷണലായിട്ട്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ½ mv² ഈക്വൽ ടു
കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷനിൽ മാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്, വേറെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇതിലേതാണ് 1, 3 ശരി. ഇതിൽ ഇത്രയേ ആലോചിക്കാനുള്ളൂ. ഈക്വേഷൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു 12 mv², അല്ലേ? ഇതിൽ മാസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് കൈനറ്റിക് എനർജി ആയിട്ട് ബന്ധപ്പെട്ട്. v² എന്ന് പറയുന്നത് ഇരട്ടി, v എന്ന് പറയുന്ന വാല്യൂ ഇരട്ടി ആയിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി 4 ഇരട്ടിയാവും. കാരണം എന്താണ്? ഇത് സ്ക്വയറാണ്, വെലോസിറ്റീൻ്റെ സ്ക്വയറാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 4 ഇരട്ടിയാവുന്നത്. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതാണ് ഇന്നത്തെ ടഫ് ചോദ്യങ്ങളുടെ ഡിസ്കഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ബൈ, ടേക്ക് കെയർ.